ഇപ്പൊ അൺമാരീഡ് ആയിട്ടുള്ള ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത്, എങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത്, ഇതൊന്നും ആരും പറയൂല. ഞാൻ എന്റെ ജീവിതത്തിൽ സെക്ഷൽ കോൺടാക്ട് ചെയ്ത ആൾക്കാരെ ഇപ്പം എന്താ പറയാ, വളരെ വിരലുണ്ടാവുന്ന ആൾക്കാർ 10 പേരുമായിട്ട് പോലും എനിക്ക് സെക്ഷൽ കോൺടാക്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതിനകത്ത് തന്നെ എന്താ പറയാ, ഒരു തവണ സെക്ഷൽ കോൺടാക്ട് ഉണ്ടായിട്ട് വിട്ടുകളഞ്ഞ നമുക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നി, നമുക്ക് ഒരു രീതിയിലും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്ന ആൾക്കാരെ വിട്ടുകളഞ്ഞ കേസുണ്ട്. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ. ഈ പെണ്ണും പിള്ളക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതൊക്കെ തന്നെ പണി. എല്ലാ മാസവും ഓരോന്ന് വന്നിട്ട് ഊക്കി മേടിച്ചിട്ട് പോകലാണ് ഇതിന് പണി തോന്നുന്നത്. ഫസ്റ്റ് ഈ ഓഡിയോസോ വീഡിയോസോ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെ ഇത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കണങ്ങൾ. കാരണം ഇതിലൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. കാരണം കുറേ ആളുകൾ വന്നിട്ട്, കുറേ സ്ത്രീകൾ, മാന്യമായി ജീവിക്കുന്ന കുറേ സ്ത്രീകൾ, കുടുംബമായി ജീവിക്കുന്ന കുറേ സ്ത്രീകൾ, കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾ, നമ്മുടെ വീട്ടിലുള്ളവർ എല്ലാവർക്കും കൂടി വേണ്ടി അത് കൊടുക്കുന്നത്. കാരണം ചിലപ്പോൾ ഞാനൊരു കൂതറയായി മാറും. അതുകൊണ്ടാണ് പറയുന്നത്. ഇവർ കുറച്ച് ദിവസം മുന്നേ ഇതുപോലെ എടുത്തിട്ട് ആരോ ഊക്കിയിട്ട് കരയുന്നത് കണ്ടായിരുന്നു. ഇവരാണ് പറഞ്ഞത് എത്രയോ പേരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അത് എനിക്കതൊരു രസമാണെന്ന് പറഞ്ഞു. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പിന്നെ ആരോ പറഞ്ഞ് ഇങ്ങനെ മോങ്ങിക്കൊണ്ട്, ഇവള് തന്നെ ഇരുന്ന് മോങ്ങിക്കൊണ്ട് പറയുന്നത് കേട്ട് എന്നെ വെടിന്നൊക്കെ വിളിക്കുന്നത്. ഇമാതിരി പൂറ്റിലെ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ വെടിന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുക? മാതിരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂറ്റിലെ വർത്താനല്ലേ ഇതൊക്കെ പറയുന്നത്. ഓരോ കുടുംബത്തിൽ പറഞ്ഞ ഓരോ ഇതിനെ പറ്റിയിട്ടുള്ള അനാവശ്യമല്ലേ ഇത് പറഞ്ഞു പറ്റുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നത്? ഇതുങ്ങളൊക്കെ പട്ടി വെച്ചുണ്ടാക്കിയായിരിക്കും. നിങ്ങളോട് പറഞ്ഞായിരുന്നോ ഒരു മറ്റെന്താണ്, ചില ഭാര്യമാരും ഭർത്താക്കന്മാർക്കും ഒന്നും അവർക്ക് സുഖം കിട്ടുന്നില്ല, അവർ പിന്നെ അതിനുശേഷം ബംഗാളിനെ വാടക എടുത്തിട്ടാ റൂം കൊണ്ടാക്കിയിട്ടാ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. തവള പോലത്തെ ഒരു മോന്തയും വെച്ചുകൊണ്ട് നിന്നെ ഇതാരാ ഇതൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നത്? നാണമില്ലേ പെണ്ണുമ്പിള്ളേ നിങ്ങൾക്ക്? ഇല്ലേ? ഇങ്ങനെ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വായിന്ന് അനാവശ്യം കേൾക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ വീട്ടിൽ, നിന്റെ വീട്ടിൽ കണ്ട് വളരുന്ന സംഭവങ്ങൾ, അതുപോലെ തന്നെ നിനക്ക് ഒരു പെണ്ണിന് എന്തോ ഓവുലേഷൻ ആവുന്ന സമയത്തോ എന്തൊക്കെയോ പറഞ്ഞു, ആ സമയങ്ങളിൽ ആരെ കിട്ടിയാലും ബംഗാളിനെ വരെ ഇതൊക്കെ, അത് നിന്റെ വീട്ടിലെ നിന്റെ സംസ്കാരം. എല്ലാ പെണ്ണുങ്ങളെയും അത് പറയണ്ട. നിനക്ക് ഒരു നാവുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ മൈര് വർത്താനവും പറയാൻ നിൽക്കണ്ട. അതൊരു സുഖമില്ലാത്തതാ കേട്ടോ. നീ നിന്റെ കുടുംബത്തിലെ, നിന്റെ വീട്ടിലെ നിന്റെ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും അങ്ങനെയല്ല, എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. ഇവിടെ ജോലി ചെയ്ത് ജീവിച്ച് ഇവിടെ കഷ്ടപ്പെട്ട് മക്കളെ ഇതിനൊക്കെ മാറ്റി നിർത്തി ആണും പെണ്ണുമായിട്ട് ഇവിടെ സുഖമായിട്ട് ഇവിറ്റങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്നവരാ ഞങ്ങൾ എല്ലാവരും, നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും. അല്ലാതെ നീ വിചാരിക്കുന്ന മറ്റേ പരിപാടിക്ക് കിടക്കുകയല്ല. നിനക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇനി മേലെ ഇമാതിരി ദേശീയ വർത്തമാനം കൊണ്ട് പറയരുത്. തമാശയല്ല. കുറെ ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന കണ്ട് എന്ത് വന്നാലും ഒരു മയക്കം കുത്തിയിട്ട് ആ കുണ്ടൻ്റെ മാതിരി ഇവരെയൊക്കെ മോട്ടറാക്കിയാണ്ട് വിട്ട് കഴിഞ്ഞ് ഇവരായിട്ട് കയറിപ്പോ. ആ കുണ്ടനെ കണ്ടിട്ടുണ്ടോ? ആ കുണ്ടനും ഇതേപോലെ മോട്ടറാക്കി കൊടുത്ത് അവനങ്ങ് കയറി പറയുന്നിട്ട് അത് കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് ഓർമ്മയില്ല, അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെയല്ല വിചാരിച്ചത്. ഇതെല്ലാം പറച്ചിൽ കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ ഒരു സമയം ആരോ വെടിന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ടിരുന്നു മോങ്ങതിന്. ഇമാതിരി പടം മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടിന്ന് വിളിക്കുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ട കച്ചവടത്തിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെടിന്നല്ലാതെ പിന്നെ എന്താ പരവെടിന്ന് വിളിക്കൂലേ? അതല്ലേ ഓരോ ആളുകളെയും ഒന്നും അല്ലാതെ ആക്കിയിട്ടുള്ള ഒരു സംസാരം. നാണല്ലേ പെണ്ണുമ്പിള്ളേങ്ങൾക്ക്? ശരി.